നമ്മുടെ ഈ ഡ്രാമ ആരംഭിക്കുന്നത് ജോസിയോൺ ഡൈനാസ്റ്റി കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ 2 മാസം കൊണ്ട് ഒരു നക്ഷത്രത്തെ കാണാം. ആ നക്ഷത്രം വന്ന മുതൽ രാജ്യത്താണെങ്കിൽ ക്ഷാമവും മഹാമാരിയുമാണ്. ഈ ദുരന്തങ്ങൾക്കെല്ലാം കാരണം നമ്മുടെ കഥാനായികയായ കങ് ഡാൻ ഷിം ആണെന്നാണ് എല്ലാവരും പറയുന്നത്. നമുക്ക് അവളെ ഷിം എന്ന് വിളിക്കാം. അങ്ങനെ നിരവധി കുറ്റങ്ങളൊക്കെ ചുമത്തി രാജാവിന്റെ ഉത്തരവോടെ ഷിമ്മിനെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു. അതേസമയം ഷിം ആണെങ്കിൽ ഒരു ചിത്രം വരച്ചുകൊണ്ടിരിക്കുവായിരുന്നു. തനിക്ക് മരണശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത് എന്നറിഞ്ഞിട്ടും ഷിം ആണെങ്കിൽ ഭയപ്പെടുന്നില്ല. എന്നാൽ ഷിമ്മിന്റെ തോഴിമാരാണെങ്കിൽ കരഞ്ഞുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ഷിം ആണെങ്കിലും തന്റെ വിധിയെല്ലാം നേരിടാനായി ശ്രമിക്കുന്നു. എന്നാൽ അതൊന്നും അധികം നേരം നീളുന്നില്ല. താഴ്ന്ന ജനവിഭാഗത്തിൽ നിന്നെത്തി അധികാരത്തിലെത്തുകയും കൊട്ടാരത്തിലെ ഗൂഢാലോചനകളിൽ നിന്ന് സ്വയം രക്ഷപ്പെടുകയും മാത്രമാണ് ഞാൻ ചെയ്തത്. താൻ മറ്റൊരു കുറ്റവും ചെയ്തില്ല എന്നവൾ പറയുന്നു. എന്നാൽ അവരാണെങ്കിൽ ഷിമ്മിന്റെ മുന്നിലായി വിഷം കൊണ്ടുവയ്ക്കുന്നു. ഷിം ആണെങ്കിൽ താൻ ഒരു കുറ്റവും ചെയ്യാതെ തന്നെ എല്ലാവരും കൊലപ്പെടുത്തുവാണ് എന്നുള്ള ദേഷ്യത്തിലാണെങ്കിൽ അതെല്ലാം തട്ടിക്കളയുന്നു. എന്നാൽ അവരാണെങ്കിൽ പിന്നെ ഓരോ വിഷമായി അവളുടെ മുന്നിലേക്ക് തന്നെ കൊണ്ടുവയ്ക്കുന്നു. അങ്ങനെ അവളാണെങ്കിൽ അത് കുടിക്കില്ല എന്ന് മനസ്സിലാക്കി അവരാണെങ്കിൽ ബലമായി തന്നെ ഷിമ്മിനെ അത് കുടിപ്പിക്കുന്നു. അതേസമയം ഒരു ഷാമനാണെങ്കിൽ മഴയ്ക്കായി ഒരു പ്രത്യേക ആചാരങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുവാണ്. ഷാമൻ എന്ന് വെച്ചാൽ മന്ത്രവാദി. ഷിമ്മ് തളർന്നു വീഴുന്ന സമയം തന്നെ മഴയും പെയ്യുന്നു. അതോടുകൂടി വരൾച്ചയ്ക്കും മറ്റു പ്രശ്നങ്ങൾക്കും എല്ലാം കാരണം ഷിമ്മാണ് എന്ന് ആ ജനങ്ങളെല്ലാം വിശ്വസിക്കുന്നു. തുടർന്ന് സൂര്യഗ്രഹണം സംഭവിക്കുകയും ഷിം മരണപ്പെടുകയും ചെയ്യുന്നു. എന്നാൽ പിന്നീട് അവൾ കണ്ണു തുറക്കുന്നത് മോഡേൺ വേൾഡിലാണ്. ഷിമ്മു നോക്കുമ്പോൾ അവൾക്ക് വിഷം കൊടുത്ത പാത്രം മുന്നിൽ തന്നെ കിടപ്പുണ്ട്. താൻ ഇതുവരെ മരിച്ചില്ലേ എന്നൊക്കെ ഓർത്തിട്ടാണ് അവൾ എണ്ണീക്കുന്നത്. അവൾ നോക്കുമ്പോൾ കൊട്ടാരത്തിലുള്ള എല്ലാ ആൾക്കാരും റിലാക്സ്ഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇതെന്താണ് സംഭവം എന്നറിയാതെ അവൾ ചുറ്റിനു നോക്കുന്ന സമയത്താണെങ്കിൽ മോഡേൺ ഡ്രസ് ഇട്ട കുറെ ആൾക്കാരും നിൽക്കുന്നു. അവൾക്കാണെങ്കിൽ എന്താണ് സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അവിടെ നിന്നവരാണെങ്കിൽ ആ സീനെല്ലാം ഒന്നുകൂടി ഷൂട്ട് ചെയ്യാനായി ആരംഭിക്കുന്നു. അതായത് ഷിം വിഷം കഴിക്കുന്ന ആ സീനാണ് അവർ ഒന്നുകൂടി ഷൂട്ട് ചെയ്യാൻ നോക്കുന്നത്. എന്നാൽ ഷിമ്മിനാണെങ്കിൽ ഇത് ഷൂട്ടിംഗ് ആണെന്നുള്ള കാര്യമൊന്നും മനസ്സിലായിട്ടില്ല. ഒന്നുകൂടി ഇത് നടക്കാൻ പോവാണ് എന്നൊക്കെയാണ് അവൾ വിചാരിക്കുന്നത്. അങ്ങനെ ഷിം ആണെങ്കിലും തന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരോട് വഴക്കെല്ലാം കൂടുന്നു. ഡയറക്ടറിനാണെങ്കിൽ ഷിം എന്തുകൊണ്ടാണ് ഇങ്ങനെയെല്ലാം ചെയ്യുന്നതെന്നും മനസ്സിലായിട്ടില്ല. അവരാണെങ്കിലും ഷിം ചെയ്യുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നു. ബാക്കിയുള്ളവരോടും ആ രീതിയിലെല്ലാം അഭിനയിക്കാൻ ഡയറക്ടറും പറയുന്നു. അങ്ങനെ വിഷം കഴിക്കാനായി അവളുടെ അടുത്ത് പറഞ്ഞു വരുന്ന എല്ലാരെയും അവളാണെങ്കിൽ അടിച്ചു വീഴ്ത്തുന്നു. ഇതൊന്നും സ്ക്രിപ്റ്റിലില്ല. ഷിൻ കാണിച്ചു കൂട്ടുന്നതെല്ലാം കണ്ട് അവിടെ നിന്ന് എല്ലാവരും ആണെങ്കിൽ ഞെട്ടിപ്പോവുന്നു. അങ്ങനെ ഷൂട്ടിംഗ് എല്ലാം കഴിഞ്ഞ് പലരും പല വഴിക്കായി പോയി. ഷിമ്മിനാണെങ്കിൽ തന്റെ ചുറ്റിനും എന്താണ് നടക്കുന്നതെന്ന് മനസ്സിലാവുന്നുമില്ല. അവൾ നോക്കുമ്പോൾ രാജകീയ വസ്ത്രങ്ങളല്ലാതെ വേറെ പല വസ്ത്രങ്ങളിലായിട്ട് ആൾക്കാരെല്ലാം നിൽക്കുന്നു. അതേപോലെ തന്നെ ഫോറിനേഴ്സിന്റെ കണ്ണും അവരുടെ മുടിയെല്ലാം കണ്ട് ഷിം ആണെങ്കിൽ ഷോക്കായിട്ടാണ് നിൽക്കുന്നത്. അങ്ങനെ അവരാണെങ്കിലും ഷിമ്മിന്റെ അഭിനയം എല്ലാം കണ്ട് ഷിമ്മിന്റെ അടുത്ത് വന്ന് സെൽഫി എല്ലാം എടുക്കുന്നുണ്ട്. ഷിമ്മിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ അവരുടെ മുടിയിലെല്ലാം പിടിച്ചു നോക്കുന്നു. അപ്പോഴാണ് ഷിം ആണെങ്കിൽ അവളുടെ മുഖം തന്നെ ഫോണിൽ കാണുന്നത്. അത് കണ്ട് പേടിച്ചു പോയ ഷിം ആണെങ്കിൽ ആ ഫോണ് തട്ടി താഴെയിട്ടിട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അവളാണെങ്കിൽ ചുറ്റിനും കാണുന്ന എല്ലാവരെയും കണ്ട് പേടിച്ചിട്ടാണ് ഓടുന്നത്. അങ്ങനെ ഷിം ആണെങ്കിൽ അവിടെ നിന്ന് ഒരുങ്ങിക്കൊണ്ടിരുന്ന ഒരാളുടെ കണ്ണാടി മേടിച്ച് അവളുടെ മുഖമെല്ലാം നോക്കി. അവളുടെ മുഖമെല്ലാം കണ്ട് അവൾ പേടിക്കുന്നു. പിന്നെയും അവളാണെങ്കിൽ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുന്നു. അപ്പോഴാണ് മഴയ്ക്ക് മുന്നേ ഉള്ള ആചാരത്തിൽ ഷാമൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവൾ ഓർക്കുന്നത്. ജീവിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ നീ മരിക്കണം എന്നൊക്കെയാണ് ആ ഷാമൻ പറഞ്ഞിരുന്നത്. അതിനു മുൻപേ ആചാരത്തിനായി അവളുടെ രക്തവും എടുത്തിരുന്നു. അതെല്ലാം ഓർത്ത ഷിം ആണെങ്കിൽ അവളുടെ കയ്യിലേക്ക് നോക്കി. എന്നാൽ അവളുടെ കയ്യിലാണെങ്കിൽ അങ്ങനെ ഒരു പാടും ഉണ്ടായിരുന്നില്ല. അതിൽ നിന്ന് തന്നെ ഷിമ്മിനാണെങ്കിൽ താൻ മറ്റാരുടെയോ ബോഡിയിലാണ് കയറിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായി. ഷാമൻ കാരണമാണോ അതോ മറ്റെന്തെങ്കിലും കാരണം കൊണ്ടാണോ അവൾ മോഡേൺ വേൾഡിൽ എത്തിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നീട് മനസ്സിലാവും. അതേസമയം നമ്മുടെ കഥാനായകനായ സേഗയെ നോക്കുവാണെങ്കിൽ അവനൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി എത്തിയിരിക്കുവാണ്. സേഗയാണെങ്കിൽ മുന്നിലിരിക്കുന്ന ഈ ബിസിനസ്മാനെ ഭീഷണിപ്പെടുത്തിയിട്ട് അയാളുടെ ഷെയർ എല്ലാം സേഗ എഴുതി മേടിക്കുവാണ്. സേഗെ ചൈൽഡ് എന്ന ബിസിനസ് ഗ്രൂപ്പിന്റെ ചെയർമാന്റെ ഗ്രാൻഡ് സൺ ആണ് നമ്മുടെ സേഗെ. എന്നാൽ കുടുംബ ബിസിനസ്സിൽ നിന്ന് രാജിവെച്ച ശേഷം സ്വന്തമായി ഒരു സ്റ്റാർട്ടപ്പ് നടത്തി വരുവാണ് സേഗെ. ക്രൂരനായ ഒരാളാണെന്നും പണത്തിന് വേണ്ടി മാത്രം ജീവിക്കുന്ന ഒരാളാണ് സേഗെ എന്നാണ് സേഗെ എല്ലാവരും അറിയപ്പെടുന്നത്. എന്നാൽ ഈ മോശപ്പേര് കൊണ്ടൊന്നും സേഗയ്ക്ക് യാതൊരു പ്രശ്നവും ഇല്ല. കാരണം ചീത്തപ്പേര് തന്നെയാണ് ഏറ്റവും നല്ല ബോഡി ഗാർഡ് എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. എന്നാൽ സേഗയെ കുറിച്ച് ഇത്രയ്ക്ക് മോശമായിട്ടുള്ള ഇമേജിന്റെ പകുതിയും ആരൊരാൾ മീഡിയയിൽ കൂടെ സൃഷ്ടിച്ചതാണ്. അതൊക്കെ ആരാണെന്ന് നമുക്ക് പിന്നീട് മനസ്സിലാവും. അങ്ങനെ സേഗയാണെങ്കിലും ആ ബിസിനസ് എല്ലാം ഏറ്റെടുത്തതിനു ശേഷം അവിടെ നിന്ന് മടങ്ങി പോകുന്നു. ആ സമയത്താണ് അവരൊരു ട്രാഫിക്കിൽ പെടുന്നത്. അപ്പോഴാണ് സേഗയുടെ അസിസ്റ്റന്റ് ആണെങ്കിൽ സൂര്യഗ്രഹണം നടക്കാൻ പോവാണ് എന്നുള്ള കാര്യമെല്ലാം സേഗയോട് പറയുന്നത്. എന്നാൽ സേഗയാണെങ്കിലും ഇതൊന്നും വലിയ കാര്യമായി എടുക്കുന്നില്ല. അതേസമയം ഷിം ആണെങ്കിൽ തനിക്ക് ചുറ്റും എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവിടെയെല്ലാം ചുറ്റി നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ അവൾ വന്നു പെടുന്നതും സേഗയുടെ കാറിന്റെ മുന്നിലേക്കാണ്. സിഗ്നലിൽ കിടന്ന കാറാണെങ്കിൽ സ്റ്റാർട്ട് ചെയ്ത സമയം
സമയത്തായിരുന്നു അവളാണെങ്കിൽ ആ കാറിന്റെ മുന്നിലേക്ക് വന്നുപെട്ടത്. പേടിച്ചിട്ടാണെങ്കിൽ അവളുടെ ബോധവും പോയി. അതേസമയം സേഗയാണെങ്കിൽ ഓൺലൈനിൽ കൂടെ അവന് വന്ന നെഗറ്റീവ് കമന്റ്സിനെല്ലാം അവൻ ഡിസ്ലൈക്ക് ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു. അങ്ങനെ പെട്ടെന്ന് തന്നെ സേഗ കാറിന്റെ മുന്നിലേക്ക് ആരാണ് എടുത്ത് ചാടിയത് എന്നറിയാൻ വേണ്ടി അവൻ കാറിൽ നിന്ന് ഇറങ്ങി. അസിസ്റ്റന്റ് ആണെങ്കിൽ അവളെ എണ്ണിപ്പിക്കാനെല്ലാം ശ്രമിക്കുന്നുണ്ട്. സേഗയാണെങ്കിൽ ആംബുലൻസ് വിളിക്കാം എന്നൊക്കെ പറഞ്ഞ് ഫോൺ എടുക്കുന്ന സമയത്ത് തന്നെയാണ് അവൾ കണ്ണു തുറക്കുന്നത്. അവൾ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എണ്ണീറ്റ് പോകുന്നുണ്ട്. അവളുടെ നടപ്പും ഭാവവും ഒക്കെ കണ്ടിട്ട് സേഗയ്ക്ക് എന്തൊരു സംശയം തോന്നി. സേഗയെ നോക്കുമ്പോൾ അവളാണെങ്കിൽ കാറിന്റെ മുന്നിൽ ബോധം കെട്ടത് പോരാഞ്ഞിട്ട് തിരക്കേറിയ റോഡിൽ കൂടെയാണ് നടക്കുന്നത്. അങ്ങനെ ഷിമ്മിനെ ഒരു കാർ ഇടിക്കാൻ വീഴുന്നതും സേഗ പെട്ടെന്ന് തന്നെ അവളെ പിടിച്ചു മാറ്റുന്നു. അങ്ങനെ തന്നെ അവര് രണ്ടുപേരും അവിടെ കുറച്ചു നേരം നിൽക്കുന്നു. അങ്ങനെ സേഗയാണെങ്കിലും പെട്ടെന്ന് തന്നെ അവളെ അവിടെ നിന്ന് മാറ്റി നിർത്തി സംസാരിക്കുന്നു. നിന്റെ ഉദ്ദേശം എന്താ? നീ മരിക്കാൻ പോയതാണോ? നീ എന്തെങ്കിലും തട്ടിപ്പുകാരിയാണോ എന്നൊക്കെ ചോദിച്ച് സേഗയാണെങ്കിൽ ഷിമ്മിനോട് ദേഷ്യപ്പെടുന്നു. ഷിം ആണെങ്കിൽ രാജകൊട്ടാരത്തിലെ ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരുന്ന വ്യക്തിയാണ്. അപ്പോൾ തന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട സേഗയുടെ കാരണം നോക്കി അവൾ അടിക്കുന്നു. എന്നോട് എങ്ങനെ ശബ്ദമുയർത്തി സംസാരിക്കാൻ സാധിക്കുന്നു? ഇത് നരകമായാലും പെണ്ണുങ്ങളെ ഒന്നും ഹറാസ് ചെയ്യാൻ സാധിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഷിം ആണെങ്കിൽ സേഗയോട് വഴക്ക് കൂടുന്നു. സേഗയാണെങ്കിലും ആ അടി തീരെ പ്രതീക്ഷിച്ചതല്ലായിരുന്നു. അവനും ആകപ്പാട് ഷോക്കായിട്ടായിരുന്നു നിന്നത്. സേഗയെ മാത്രമല്ല അസിസ്റ്റന്റും അവിടെ നിന്ന് എല്ലാവരും ആ അടി കണ്ടിരുന്നു. കപ്പിൾസിന്റെ ഇടയിലെ അടിയായിരിക്കും എന്നൊക്കെയാണ് ബാക്കിയുള്ള ആൾക്കാർ വിചാരിക്കുന്നത്. അസിസ്റ്റന്റ് ആണെങ്കിൽ അവരുടെ അടുത്തോട്ട് പോലും പോകുന്നില്ല. എന്നാൽ ഷിം ആണെങ്കിൽ പൈസയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും തട്ടിപ്പായിരിക്കും ചെയ്യുന്നത്. അങ്ങനെ അവളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് സേഗയാണെങ്കിൽ ഷിമ്മിന് കുറച്ച് പൈസ എല്ലാം എടുത്തു കൊടുക്കാനായി ശ്രമിക്കുന്നു. എന്നാൽ ഇത് കണ്ട ഷിമ്മിനാണെങ്കിൽ ആകപ്പാട് ദേഷ്യം വരുന്നു. അതുവഴി വന്ന ഒരു വണ്ടിയിലാണെങ്കിൽ കുറച്ച് ബൊക്കെയെല്ലാം ഇരിപ്പുണ്ടായിരുന്നു. ഷിം ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ വണ്ടിയിൽ നിന്ന് ഒരു ബൊക്കെ എടുത്തിട്ട് സേഗയെ അറഞ്ചും പുറഞ്ചും അടിക്കുന്നു. കുറച്ചു നേരമെല്ലാം അവൻ അടികൊണ്ടെങ്കിലും അവനും അങ്ങനെ വിട്ടുകൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവനും ആ വണ്ടിയിൽ നിന്ന് തന്നെ ഒരു ബൊക്കെ എടുത്തിട്ട് അവളെയും തിരിച്ചടിക്കുന്നു. നടു റോഡിൽ നിന്നിട്ടാണ് ഇവർ രണ്ടുപേരും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോഴാണ് സേഗയ്ക്ക് തന്നെ ബോധം വരുന്നത്. ചുറ്റിനും നിൽക്കുന്നവരെല്ലാം ഇവരെ രണ്ടുപേരെയുമാണ് ശ്രദ്ധിക്കുന്നത്. അതുമാത്രമല്ല ഇവരുടെ ഇടയിലെ വഴക്കാണെങ്കിൽ അവർ ഷൂട്ടും ചെയ്യുന്നു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ല എന്ന് തോന്നിയ സേഗയാണെങ്കിൽ തന്റെ ബിസിനസ് കാർഡ് ഷിമ്മിന് നൽകിയിട്ട് അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ആ ബിസിനസ് കാർഡ് എന്താണെന്ന് പോലും ഷിമ്മിന് മനസ്സിലായിട്ടില്ല. അങ്ങനെ ഓഫീസിലേക്ക് എത്തിയ സേഗയാണെങ്കിലും ആകപ്പാട് ദേഷ്യപ്പെട്ടിട്ടാണ് അങ്ങോട്ടേക്ക് എത്തുന്നത്. അതേസമയം സേഗയുടെ ഓഫീസിന്റെ വാതിക്കലാണെങ്കിൽ ഒരു കോൺട്രാക്ടർ സമരം ചെയ്യുന്നതായിട്ടും നമ്മളെ കാണിക്കുന്നു. അയാളെ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടതായിരുന്നു പ്രശ്നം. എന്നാൽ അതെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെയാണ് അസിസ്റ്റന്റ് പറയുന്നത്. അതേസമയം ഷിം ആണെങ്കിൽ നടന്ന് തളർന്ന് അവിടെ ഇരിക്കുന്നു. അപ്പോഴാണ് അവിടെ റോഡിൽ ഒരു മാപ്പ് വരച്ചിരിക്കുന്നത് അവൾ കാണുന്നത്. ഷിം ആണെങ്കിൽ അതെല്ലാം നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. അതേ സമയത്താണ് ഒരു ടീച്ചർ ആണെങ്കിൽ കുറെ കുട്ടികളുമായിട്ട് അങ്ങോട്ടേക്ക് ട്രിപ്പിനായിട്ട് എത്തുന്നത്. ജോസിയോൺ ഡൈനാസ്റ്റിയിലെ ആ സമയത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ ടീച്ചർ ആണെങ്കിൽ ആ കുട്ടികളെ എല്ലാം കൊണ്ടുപോകുന്നു. ഇതെല്ലാം കേട്ട ഷിം ആണെങ്കിലും അവരെ ഫോളോ ചെയ്ത് എങ്ങോട്ടേക്കോ പോകുന്നു. അങ്ങനെ അവരാണെങ്കിലും നേരെ ചെല്ലുന്നത് ഒരു മ്യൂസിയത്തിലേക്കാണ്. അങ്ങനെ അവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്ന ഒരു ചിത്രം കണ്ടപ്പോൾ ഷിം ആണെങ്കിൽ ആകപ്പാട് ഞെട്ടിപ്പോവുന്നു. അത് അവൾ മരിക്കുന്നതിന് മുന്നേ വരച്ച ചിത്രമായിരുന്നു. ഈ ചിത്രം എങ്ങനെയാണ് ഇവിടെ വന്നത് എന്ന് മനസ്സിലാകാതെ ഷോക്കായി നിൽക്കുന്ന സമയത്താണ് അവിടെയുള്ള ആൾക്കാരാണെങ്കിൽ ഈ ചിത്രത്തെ പറ്റിയുള്ള ബാക്കി കാര്യങ്ങളെല്ലാം പറയുന്നത് ഷിം കേൾക്കുന്നത്. ഈ ചിത്രം വരച്ചത് ആ സമയത്തിലെ രാജ്ഞിയാണ് എന്നൊക്കെയാണ് അവര് പറയുന്നത്. താൻ വരച്ച ചിത്രത്തിന് മറ്റൊരാൾക്ക് ക്രെഡിറ്റ് നൽകുന്ന കണ്ടിട്ട് ഷിമ്മിനാണെങ്കിൽ ആകപ്പാടെ ദേഷ്യം വരുന്നു. പെട്ടെന്ന് തന്നെ ഷിം ആണെങ്കിൽ ഇത് താൻ വരച്ച ചിത്രമാണ് എന്നൊക്കെ പറഞ്ഞ് അവരുടെ അടുത്തേക്ക് എത്തി. ഇതാണെങ്കിൽ അത്രയ്ക്ക് വർഷം മുന്നേ ഉള്ള ചിത്രമാണ്. അതുകൊണ്ട് തന്നെ ആ കാലഘട്ടത്തിൽ ആർക്ക് വേണമെങ്കിലും ഇത് വരയ്ക്കാം. പക്ഷെ റെക്കോർഡുകളെല്ലാം പറയുന്നത് ഇത് രാജ്ഞിയാണ് വരച്ചത് എന്നാണ്. പലർക്കും പല അഭിപ്രായമായിരിക്കും ഉള്ളത് എന്നൊക്കെയാണെങ്കിൽ അവര് പറയുന്നു. ഷിം ആണെങ്കിലും തന്നെ പറ്റി എന്തെങ്കിലും ആ റെക്കോർഡിൽ ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് കങ്ഡാൻ ഷിമ്മിനെ പറ്റി എന്തെങ്കിലും അറിയുവോ എന്നൊക്കെ അവരോട് ചോദിക്കുന്നു. എന്നാൽ അവർക്കെല്ലാം ഷിമ്മിനെ അറിയാവുന്നത് ഒരു വില്ലത്തിയായിട്ടാണ്. പദവിയിൽ നിന്നെല്ലാം നീക്കം ചെയ്യപ്പെട്ട, ചരിത്ര രേഖകളിൽ നിന്നെല്ലാം മായ്ക്കപ്പെട്ട ഒരാൾ. ആ രീതിയിലാണ് ഷിമ്മിനെ എല്ലാരും അറിയപ്പെടുന്നത്. തന്റെ മരണശേഷവും എല്ലാരും തന്നെ ഒരു മോശക്കാരിയായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത് എന്നൊക്കെ ഓർത്തിട്ട് ഷിമ്മിന് ആകപ്പാടെ വിഷമമാവുന്നു. ഷിം ആണെങ്കിൽ വിഷമിച്ച് അതുവഴി നടക്കുന്ന സമയത്താണ് ഒരു മന്ത്രവാദിയെ കാണുന്നത്. ഷിം ഒന്നും നോക്കിയില്ല. തനിക്ക് എന്താണ് പറ്റിയത് എന്നറിയാൻ വേണ്ടിട്ട് ഷിം ആണെങ്കിൽ ആ മന്ത്രവാദിയോട് സംസാരിക്കുന്നു. എന്നാൽ ഇവൾ പറയുന്നൊന്നും അവർക്കാണെങ്കിൽ അങ്ങോട്ട് മനസ്സിലാവുന്നുമില്ല. ഇവൾക്കിനി വേറെ വല്ല പ്രശ്നമാണോ എന്നൊക്കെ അറിയാൻ വേണ്ടിട്ട് അവരാണെങ്കിൽ അവളുടെ കണ്ണെല്ലാം നോക്കുന്നു. ഇതെന്തായാലും പ്രേതബാധയൊന്നും ആയിരിക്കില്ല, ടൈം ട്രാവൽ ആയിരിക്കും എന്നൊക്കെയാണ് ആ മന്ത്രവാദി പറയുന്നത്. എന്നാൽ ഈ ടൈം ട്രാവൽ എന്താണെന്ന് പോലും ഷിമ്മിന് അറിയില്ല. അങ്ങനെ ആ മന്ത്രവാദി ആയാലും അവൾക്ക് എന്തായിരിക്കും സംഭവിച്ചത് എന്നൊക്കെ പറയുന്നു. 200-300 വർഷങ്ങൾക്ക് മുന്നേ ജീവിച്ചിരുന്ന ഷിമ്മിന്റെ ആത്മാവാണെങ്കിൽ ഇപ്പോൾ ഈ കാലത്തെ ഈ പെൺകുട്ടിയുടെ ബോഡിയിൽ കയറിയിരിക്കുവാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും മന്ത്രവാദിയാണെങ്കിൽ ഷിമ്മിനോട് വിശദീകരിച്ച് തന്നെ പറയുന്നു. ആദ്യമൊക്കെ ഇതെല്ലാം കേട്ടിട്ട് ഷിമ്മിന് വിശ്വസിക്കാനായില്ലെങ്കിലും പതുക്കെ പതുക്കെ അവൾ അതെല്ലാം വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ഷിം ആയാലും അവിടെ നിന്ന് ഇറങ്ങിയതിനു ശേഷം ഇതെല്ലാം സത്യമായിരിക്കുമോ
എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ മഴ പെയ്യുന്നത്. അവൾക്കാണെങ്കിൽ ആ മഴയെല്ലാം ഫീൽ ചെയ്യാൻ സാധിക്കുന്നു. മഴ മാത്രമല്ല പല കാര്യങ്ങളും അവൾക്ക് ഫീൽ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താൻ ഇതുവരെയായിട്ട് മരണപ്പെട്ടില്ല എന്നുള്ള കാര്യം ഷിമ്മിന് മനസ്സിലായി. താൻ ശരിക്കും അവിടെ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ട് അവളും സന്തോഷിക്കുന്നു. അങ്ങനെ തനിക്ക് കിട്ടിയ ഈ രണ്ടാമത്തെ ജീവിതം താൻ എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കും എന്നൊക്കെ അവൾ ചിന്തിക്കുന്നു. ആ സമയത്താണ് സേഗെ കൊടുത്ത കാർഡിനെ പറ്റി അവൾ ഓർക്കുന്നത്. സേഗെ ആദ്യം കണ്ടപ്പോൾ തന്നെ അയാൾക്ക് സ്വാധീനവും സമ്പത്തും ഉള്ള കാര്യമെല്ലാം അവൾക്ക് മനസ്സിലായായിരുന്നു. തന്നെ അയാൾക്ക് പ്രൊട്ടക്ട് ചെയ്യാൻ സാധിക്കും എന്നൊക്കെയാണ് ഷിമ്മു വിചാരിക്കുന്നത്. അങ്ങനെ ഷിമ്മാണെങ്കിൽ സേഗെ നൽകിയ ആ ബിസിനസ് കാർഡ് ഉപയോഗിച്ചിട്ട് അവന്റെ കമ്പനിയിലേക്ക് തന്നെ എത്തുന്നു. ആ സമയം കമ്പനിയിലാണെങ്കിൽ പുതിയൊരു ബ്യൂട്ടി ബ്രാൻഡിന്റെ മോഡലിനെ കണ്ടുപിടിക്കാനുള്ള കോൺടെസ്റ്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുവായിരുന്നു. വന്നിരിക്കുന്ന മോഡലുകളെല്ലാം ജോസിയോൺ കാലഘട്ടത്തിലെ സ്ത്രീകളെ പോലെയാണ് ഡ്രസ്സ് ധരിച്ചിരിക്കുന്നത്. അങ്ങനെ ഷിമ്മാണെങ്കിലും ആ പേപ്പർ കൊണ്ടുവന്ന് അവിടുത്തെ റിസപ്ഷനിലെ പെൺകൊച്ചിനെ കാണിക്കുന്നു. എന്നാൽ ഷിമ്മിന്റെ ഡ്രസ്സിങ് കണ്ടിട്ട് കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വന്നതായിരിക്കും എന്ന് വിചാരിച്ച് റിസപ്ഷനിലെ പെൺകൊച്ചാണെങ്കിൽ അവളെ മറ്റൊരു റൂമിലേക്ക് പറഞ്ഞു വിടുന്നു. അതിനു മുന്നേ തന്നെ റിസപ്ഷനിലെ പെൺകൊച്ചാണെങ്കിൽ അവളോട് പേരെല്ലാം ചോദിക്കുന്നുണ്ട്. അവളുടെ ശരിക്കത്തെ പേര് കങ് ഡാൻ ഷിം എന്നാണെങ്കിലും അവൾ ആ പേര് പറയുന്നില്ല. അത് ശരിക്കും ജോസിയോൺ ഡൈനാസ്റ്റിയിലെ കാലഘട്ടത്തിലെ പേരല്ലായിരുന്നു. അങ്ങനെ ഷിമ്മാണെങ്കിലും ആ കാലഘട്ടത്തിലെ പേര് ഉപേക്ഷിച്ചിട്ട് അവളുടെ സോൾ കയറിയിരിക്കുന്ന ഈ ബോഡിയുടെ പേര് തന്നെ പറയുന്നു. ഷിൻ സിയോരി എന്നാണ് മോഡേൺ കാലഘട്ടത്തിലെ ഇവളുടെ പേര്. നമുക്ക് ഷിമ്മിനെ ഇനി മുതൽ സിയോരി എന്ന് വിളിക്കാം. രണ്ടുപേരെ കാണാനും ഒരേപോലെയാണെങ്കിലും ജോസിയോൺ കാലഘട്ടത്തിലെ നായികയെ നമുക്ക് ഷിം എന്നും മോഡേൺ വേൾഡിലെ നായികയെ നമുക്ക് സിയോരി എന്നും വിളിക്കാം. അങ്ങനെ സിയോരി ആണെങ്കിലും സേഗെ കാണാൻ എന്ന് പ്രതീക്ഷിച്ചിട്ട് ആ റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. എന്നാൽ അവളെ പോലെ തന്നെ ഡ്രസ് ഇട്ടിട്ടുള്ള ഒരുപാട് പെൺകുട്ടികൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരെല്ലാം ആ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വന്നതായിരുന്നു. എന്നാൽ സിയോരി മാത്രമാണ് സേഗെ കാണാൻ വേണ്ടിട്ട് അവിടെ ഇരിക്കുന്നത്. സിയോരി മോഡേൺ വേൾഡിൽ വന്ന് കണ്ണു തുറക്കുന്ന സമയത്ത് അവൾ ഒരു ഷൂട്ടിങ്ങിലല്ലായിരുന്നു. ആ ഡ്രാമയിലെ നായികയും ഈ കോൺടെസ്റ്റിൽ പങ്കെടുക്കാൻ വേണ്ടിട്ട് എത്തിയിരുന്നു. അവളാണെങ്കിൽ നേരെ സിയോരിയുടെ അടുത്ത് വന്നിട്ട് അവളെ കളിയാക്കുവാണ് ചെയ്യുന്നത്. സിയോരിയെ സ്ഥിരം കളിയാക്കുന്നത് അവളുടെ ഒരു ഹോബി തന്നെയായിരുന്നു. പണ്ടത്തെ സിയോരി ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുവായിരുന്നു. എന്നാൽ ഇപ്പോൾ സിയോരിയുടെ ഉള്ളിൽ ഷിമ്മല്ലേ ഉള്ളത്. അങ്ങനെ സിയോരി ആണെങ്കിൽ ഇതിനെല്ലാം നല്ല മറുപടിയും പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് അവളും ആകെപ്പാട് ചമ്മി പോകുന്നു. അങ്ങനെ അവളാണെങ്കിലും സിയോരിക്ക് ഇത്രയ്ക്ക് നാക്കുണ്ടല്ലോ എന്നൊക്കെ ഓർത്തിട്ടാണ് അതിശയപ്പെടുന്നത്. ഇവിടെ വന്നിരിക്കുന്ന ബാക്കി എല്ലാ പെൺകുട്ടികളും ടോപ്പായിട്ടുള്ള ഓരോ ഏജൻസിയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിനക്ക് ഇതിൽ സെലക്ഷൻ ഒന്നും കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവളാണെങ്കിൽ സിയോരിയെ കളിയാക്കുന്നു. എന്റെ കാര്യം നീ കൂടുതലൊന്നും തിരക്കണ്ട എന്നൊക്കെയാണ് സിയോരി മറുപടി പറയുന്നത്. സിയോരിയുടെ ഈ കോൺഫിഡൻസ് കണ്ടിട്ട് അവിടെയുള്ള എല്ലാ പെൺകുട്ടികളും ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ ജഡ്ജിമാരാണെങ്കിലും 3 മോഡൽസിനെ വെച്ചാണ് ക്വസ്റ്റ്യൻ എല്ലാം ചോദിക്കുന്നത്. സിയോരിയും അവളോട് വഴക്ക് കൂടിയ ആക്ട്രസും മറ്റൊരു പെൺകുട്ടിയുമാണ് ഇന്റർവ്യൂവിൽ ഇരിക്കുന്നത്. ആക്ട്രസ് പെൺകൊച്ചാണെങ്കിൽ പാവൻ രീതിയിലാണ് അവരോടെല്ലാം സംസാരിക്കുന്നത്. എന്നാൽ സിയോരി ആണെങ്കിൽ ആറ്റിറ്റ്യൂഡ് ഇട്ടിട്ടാണ് അവരോട് സംസാരിക്കുന്നത്. അവളുടെ ആറ്റിറ്റ്യൂഡും പ്രവൃത്തിയൊക്കെ കണ്ടിട്ട് ഇന്റർവ്യൂവിന് ഇരിക്കുന്ന ആൾക്കാർ വരെ അതിശയിക്കുന്നുണ്ട്. അങ്ങനെ അവരോടെല്ലാം 10 വർഷങ്ങൾക്ക് ശേഷം അവർ എവിടെ എത്തിച്ചേരണം എന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഇന്റർവ്യൂവർ ചോദിക്കുന്നു. അങ്ങനെ ആക്ട്രസ് ആണെങ്കിലും തനിക്ക് ഹസ്ബൻഡിന്റെയും കുട്ടികളുടെയും കൂടെ എല്ലാം സന്തോഷമായിട്ട് ജീവിക്കണം എന്നൊക്കെയാണ് മറുപടി പറയുന്നത്. എന്നാൽ സിയോരി ആണെങ്കിൽ താൻ ഒരിക്കലും കല്യാണം കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. തനിക്ക് ആരുടെ അടുക്കള കിടന്ന് പണിയെടുക്കണ്ട. ലോകം ഇത്രയും മാറിയിട്ടും ചിലർക്കാണെങ്കിൽ വേലക്കാരിയെ പോലെ ജീവിക്കാനാണ് ഇഷ്ടം. എന്നെ സംബന്ധിച്ച് എനിക്ക് കല്യാണം കഴിക്കണം എന്നൊരു ചിന്തയില്ല. എനിക്ക് പഠിക്കണം, ഞാൻ പഠിക്കുന്ന ആ കാര്യത്തിൽ എനിക്ക് ടോപ്പ് ആവണം എന്നൊക്കെയാണ് സിയോരി പറയുന്നത്. കേട്ടിട്ട് ജെൻസിയുടെ മാനിഫെസ്റ്റോ പോലെ ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് സേഗെ എത്തുന്നു. ഇതെല്ലാം പറഞ്ഞത് സിയോരിയാണ് എന്ന് മനസ്സിലാക്കാതെയാണ് സേഗെ അങ്ങോട്ടേക്ക് എത്തുന്നത്. ഇത് പറഞ്ഞതിന് ശേഷമാണ് അവിടെ സിയോരി ഇരിക്കുന്ന കാര്യം തന്നെ സേഗെ കാണുന്നത്. അവളെ കണ്ട് അവനാണെങ്കിൽ ആകെപ്പാട് ഞെട്ടുന്നുണ്ട്. എന്നാൽ സിയോരി ആണെങ്കിൽ സേഗെ കണ്ടപാട് സന്തോഷിക്കുന്നു. നിങ്ങളുമായിട്ട് ഒരു ഡീൽ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് എന്നൊക്കെ സിയോരി പറയുന്നു. അങ്ങനെ സേഗെ ആണെങ്കിലും തന്നോട് ബിസിനസ് കാര്യമെല്ലോ ആണോ സംസാരിക്കാനുള്ളത് എന്ന കാര്യമെല്ലാം സിയോരിയോട് ചോദിക്കുന്നു. അല്ല എന്നാണ് സിയോരി മറുപടി പറയുന്നത്. ഞാൻ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കണമെങ്കിൽ അവരുടെ കയ്യിൽ എന്തെങ്കിലും വേണം. നിന്നെ സംബന്ധിച്ച് നിന്റെ കയ്യിൽ ഒന്നുമില്ല എന്നൊക്കെ സേഗെ ആണെങ്കിൽ സിയോരിയോട് പറയുന്നു. ഒരാളുടെ അപ്പിയറൻസ് കണ്ടിട്ട് വിലയിരുത്തരുത് എന്നൊക്കെയാണ് സിയോരി സേഗയോട് പറയുന്നത്. എന്നാൽ പിന്നെ നിനക്ക് എന്ത് സ്കില്ലാണുള്ളത് എന്നൊക്കെ സേഗെ സിയോരിയോട് ചോദിക്കുന്നു. തനിക്ക് ഒരുപാട് സ്കില്ലുണ്ട്, തന്റെ രാജ്യത്ത് താനായിരുന്നു ഏറ്റവും പവർഫുൾ ലേഡി എന്നൊക്കെയാണെങ്കിൽ സിയോരി സേഗയോട് പറയുന്നു. ഇതൊന്നും കേൾക്കാൻ തനിക്ക് സമയമില്ല എന്ന രീതിയിൽ സേഗെ ആണെങ്കിൽ അവിടെ നിന്ന് പോയി. സേഗെ ആണെങ്കിൽ അങ്ങനെയൊന്നും വിടാൻ ഉദ്ദേശമില്ല എന്ന രീതിയിൽ സിയോരി സേഗയുടെ പുറകിന് തന്നെ പോകുന്നു. തനിക്ക് സംസാരിക്കണം എന്നൊക്കെയാണെങ്കിൽ സിയോരി സേഗയോട് ആവശ്യപ്പെടുന്നു. തനിക്ക് തന്റെ സമയം കളയാൻ തീരെ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് സേഗെ ആണെങ്കിൽ അവന്റെ കാറിലേക്ക് കയറുന്നു. ആ സമയത്താണ് സിയോരി ആകാശത്തിലേക്ക് നോക്കുന്നത്. സൂര്യഗ്രഹണം സംഭവിക്കാൻ പോവാണ്. അത് കണ്ടിട്ട് അവൾക്കാണെങ്കിൽ എന്തോ ഒരു നെഗറ്റീവ് അടിക്കുന്നുണ്ട്. ആർക്കോ എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ അവൾക്ക് തോന്നുന്നു. സേഗെ ആണെങ്കിൽ കാറിൽ കയറുന്നതിന് മുന്നേ തന്നെ സിയോരി ആണെങ്കിൽ അവനെ അതിൽ നിന്ന് തടയുന്നു.
എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവളാണെങ്കിൽ സേഗയുടെ കയ്യിലേക്ക് പിടിക്കുന്നുണ്ട്. എന്നാൽ അവന്റെ ബോഡി ഗാർഡ് ആണെങ്കിൽ അവളെ പിടിച്ചു മാറ്റി. ആ സമയത്താണ് പൂർണ്ണമായിട്ടും സൂര്യഗ്രഹണം സംഭവിക്കുന്നത്. അതുകൂടാതെ തന്നെ ജോസിയോൺ ഡൈനാസ്റ്റിയിൽ ഒരു നക്ഷത്രം കണ്ടിരുന്നില്ലേ, ആ ഒരു നക്ഷത്രവും അവൾ ഇവിടെ കാണുന്നു. ഇത് കണ്ടു പേടിച്ച സിയോരി ആണെങ്കിൽ പെട്ടെന്ന് തന്നെ സേഗ ആ കാറിന്റെ അടുത്ത് നിന്ന് മാറ്റി തന്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കുന്നു. അപ്പോൾ തന്നെയാണ് മുകളിൽ നിന്ന് ആരോ ആ കാറിന്റെ മുകളിലേക്ക് വീഴുന്നതും. അതായത് സേഗ കയറാനിരുന്ന ആ കാറിന്റെ മുകളിലേക്കാണ് ആരോ വീണത്. ഇത് കണ്ട് പേടിച്ച് അവർ രണ്ടുപേരും കുനിഞ്ഞിരിക്കുന്നു. ഈ സീനും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ആദ്യത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. അപ്പോൾ മറക്കാതെ തന്നെ വരാൻ പോകുന്ന എപ്പിസോഡുകളെല്ലാം കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രാമ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പുതിയൊരു എപ്പിസോഡുമായി വരുന്നവരേക്കും ബൈ ബൈ ഫ്രം മൂവി ടോക്കീസ്.